തൊഴിലുറപ്പ് നിയമം ഭേദഗതി ചെയ്യുന്നതോടുകൂടി കേരളത്തിൽ ലക്ഷങ്ങൾ പുറത്താകും എന്നതാണ് റിപ്പോർട്ട്. നിലവിലുള്ള 22 ലക്ഷം പേരിൽ വലിയ പങ്കും പദ്ധതിക്ക് പുറത്താകുമെന്നാണ് വിലയിരുത്തൽ. പദ്ധതിക്കുള്ള കേന്ദ്ര വിഹിതവും കുറയും. മറ്റു കേന്ദ്ര പദ്ധതികളെ പോലെ കുടിശ്ശിക കൂടിയാൽ പദ്ധതി പൂർണ്ണമായും നിർജ്ജീവമാവുകയും ചെയ്യും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പൊളിച്ച് BBG റാംജി നിയമം വരുമ്പോൾ കേരളത്തിൽ പദ്ധതിയെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് തിരിച്ചടിയാകുന്നത്. നിലവിൽ അംഗങ്ങളായിട്ടുള്ള 22 ലക്ഷം പേരിൽ പകുതിയിലധികം ആളുകൾ പദ്ധതിക്ക് പുറത്തു പോകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തൊഴിൽ ദിനങ്ങൾ 125 ഉയർത്തുമെന്ന് ഭേദഗതി നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും നിലവിൽ ലഭിക്കുന്ന 100 ദിവസം പോലും എത്താനായിട്ട് സാധ്യത വിരളമാണെന്നാണ് വിലയിരുത്തൽ. പദ്ധതി നടപ്പാക്കുന്ന ഗ്രാമീണ മേഖലകൾ കേന്ദ്രമാണ് വിജ്ഞാപനം ചെയ്യുക. അതോടെ പദ്ധതി ചുരുങ്ങും. കാർഷിക സീസണിൽ 60 ദിവസം വരെ തൊഴിലുറപ്പ് പാടില്ലെന്ന നിബന്ധനയും തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കും. തൊഴിലുറപ്പിലൂടെ നടപ്പാക്കിയിരുന്ന കാർഷിക ജോലികളെയും മാലിന്യ സംസ്കരണ പദ്ധതികളെയും ഒക്കെ തന്നെ പുതിയ നിയമം ബാധിക്കുന്നതാണ്. നിലവിൽ 4000 കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ വാർഷിക വിഹിതമായിട്ട് കേരളത്തിന് ലഭിക്കുന്നത്. പദ്ധതി ചെലവിൻ്റെ 40% സംസ്ഥാനം വഹിക്കണമെന്നാണ് പുതിയ നിബന്ധന. ഇതനുസരിച്ച് കേരളം 1600 കോടി രൂപയോളം മുടക്കേണ്ടി വരും. കേന്ദ്ര ഫണ്ട് ഉപാധികളുമുണ്ട്. നിശ്ചയിച്ചതിനപ്പുറം ചിലവായാൽ സംസ്ഥാനം തുക വഹിക്കണം. വേതനം വൈകിയാൽ നഷ്ടപരിഹാരവും തൊഴിലില്ലെങ്കിൽ അലവൻസും സംസ്ഥാനമാണ് നൽകേണ്ടത്. പുതിയ നിബന്ധനകളെല്ലാം തൊഴിലുറപ്പിനെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക്, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിനും തിരിച്ചടിയാകുമെന്നാണ് ചുരുക്കം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.